പല പാരന്റ്സും എന്ത് കുട്ടിയോട് പറയും ഇത്ര നേരമൊക്കെ എന്തിനാ വർക്ക് ചെയ്യണേ, ഇത്ര സമയം എന്തിനാ ഓഫീസിൽ സ്പെൻഡ് ചെയ്യണേ. പലരുടെ വിചാരം എന്താണെന്ന് വെച്ചാല് ഹൈ ഇൻകം സ്കില്ല്, ലോ ഇൻകം സ്കില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പൈസ കിട്ടുന്ന ഹൈ ഇൻകം സ്കില്ല്, കുറച്ച് പൈസ കിട്ടുന്ന ലോ ഇൻകം സ്കില്ല് എന്നൊക്കെയുള്ള രീതിയിലുള്ള ചിന്താഗതികളാണ്. ഹാർഡ് വർക്ക് വേണോ അതോ സ്മാർട്ട് വർക്ക് വേണോ എന്നുള്ള വിഷയത്തിലോട്ട് കിടക്കാം. ഹാർഡ് വർക്ക് കുറേ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, സ്മാർട്ട് വർക്കാണ് എല്ലാവർക്കും വേണ്ടത് എന്നുള്ളൊരു ഫീൽ നമുക്ക് എല്ലാവർക്കും വരിക. അത് എന്ത് കാര്യം ചെയ്യുമ്പോഴാണ് ഈ ഹാർഡ് വർക്ക് ഈ സ്മാർട്ട് വർക്ക് ചെയ്യണത് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ നമുക്ക് ഇതിൽ ഏതാണ് ബെറ്റർ എന്ന് പറയാൻ പറ്റും. പണ്ട് നമ്മളെ ബ്രോട്ടോടൈപ്പ് ഒക്കെ ബിൽഡ് ചെയ്ത് തുടങ്ങുന്ന കാലത്ത് ദിൽഷാദും നമ്മുടെ അഭിനന്ദൊക്കെ ഡേ നൈറ്റ് നമ്മളെ കൂടെ ഇരിക്കുകയും ചിലപ്പോൾ നൈറ്റ് ഷൂട്ട് ചെയ്യുകയും ചിലപ്പോൾ റിലീസൊക്കെ ചിലപ്പോൾ മോർണിംഗ് ഉണ്ടാവും. അപ്പോൾ നൈറ്റൊക്കെ ഇരുന്ന് എഡിറ്റൊക്കെ ചെയ്ത് ചിലപ്പോൾ കുറച്ച് സമയമൊക്കെ ഉറങ്ങിയിട്ടൊക്കെ എണീച്ച് വർക്ക് ചെയ്യണൊക്കെ രീതി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ദിൽഷാദിൻ്റെ വീട്ടിൽ നിന്നൊക്കെ ദിൽഷാദിൻ്റെ ബാപ്പ ആയിക്കോട്ടെ അമ്മ ആയിക്കോട്ടെ എന്നെ വിളിച്ചിട്ട് പറയും, ദിൽഷാദിന് നേരത്തെ വിട്ടൂടെ, കുറച്ച് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഈവനിങ് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ വിട്ടൂടെ. അപ്പം ഞാൻ പറയും ഇല്ല കുഴപ്പമില്ല വിടാറൊക്കെ ഉണ്ട്. എനിക്ക് അപ്പോൾ എന്താ പറയുക, നമ്മളെ മനസ്സിൽ എങ്ങനെ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ കൂടുതൽ സമയം വർക്ക് ചെയ്യണം എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട് താനും. എന്നാൽ ഇവരോട് നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പോൾ പാരൻസിനോടൊക്കെ ഇപ്പോൾ ഇത് എൻ്റെ വീട്ടിലുണ്ട്, ഇതേ സിറ്റുവേഷൻ തന്നെയായിരുന്നു. കുറേ സമയം നമ്മൾ വർക്ക് ചെയ്ത് വരുമ്പോൾ ഇത്ര നേരമൊക്കെ എന്തിനാ വർക്ക് ചെയ്യണേ, അല്ലെങ്കിൽ ഇത്ര സമയം എന്തിനാ ഓഫീസിൽ സ്പെൻഡ് ചെയ്യണേ എന്നുള്ള രീതിയിൽ എനിക്ക് ഉപദേശം കിട്ടിയിട്ടുണ്ട്. ദിൽഷാദിന് ഈ കേസിൽ ഒരുപാട് ഉപദേശം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക ചെറുപ്പക്കാർക്കും ഈ ഒരു പ്രശ്നം അഭിമുഖീകരിക്കേണ്ടി വരും. അതായത് ഇപ്പോൾ നമ്മുടെ ബ്രോകാമ്പിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയാൽ പോലും ഇവർക്ക് നമ്മൾ ഒരു കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് പഠിക്കണൊക്കെ രീതിയാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴും പല പാരൻസും എന്ത് കുട്ടിയോട് പറയും ഇത്രയൊക്കെ സമയം സ്പെൻഡ് ചെയ്യണം, വളരെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണ രീതിയിലോട്ട് പോയാൽ പോരെ, ഇത്ര ഡേ നൈറ്റൊക്കെ ഇന്ന് വർക്കൗട്ട് ചെയ്യണോ, അല്ലെങ്കിൽ വർക്ക് ലൈഫ് ബാലൻസ് വേണം, കുറച്ച് സമയം പണിയെടുക്കുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ കുറേ വിനോദങ്ങൾ പരിപാടികളൊക്കെ വേണം എന്നൊക്കെയുള്ള രീതിയിൽ പല പല കാര്യങ്ങൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ വലിയൊരു പ്രശ്നമാണ് ആൾക്കാർക്ക് ഒരു സമയത്ത് കൂടുതൽ പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ ആ ലൈഫ് പോണതേ തെറ്റാണ് എന്നുള്ളൊരു ചിന്താഗതി. നമ്മുടെ ദിൽഷാൻ്റെ കേസിൽ അതന്നെയൊക്കെ നടന്നത്. അപ്പോൾ ദിൽഷാൻ്റെ കാര്യങ്ങളൊക്കെ വീഡിയോയുടെ അവസാനമാകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അതിൽ നിന്നുണ്ടായ മാറ്റങ്ങൾ ഗുണങ്ങളാണോ കോട്ടങ്ങളാണോ ഉണ്ടായെന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയുടെ അവസാനം വരെ കണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം നമുക്ക് ഈ ടോപ്പിക്കിൻ്റെ, അതായത് ഹാർഡ് വർക്ക് വേണോ അതോ സ്മാർട്ട് വർക്ക് വേണോ എന്നുള്ള വിഷയത്തിലോട്ട് കിടക്കാം. എപ്പോഴും നമുക്ക് സ്മാർട്ട് വർക്കാണോ ഹാർഡ് വർക്കാണോ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എല്ലാവരുടെയും മനസ്സിലോട്ട് വരുന്നത്, ഇപ്പം എൻ്റെയും ചെറുപ്പകാലത്തൊക്കെ എൻ്റെ മനസ്സിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത് സ്മാർട്ട് വർക്ക് വേണം, ഹാർഡ് വർക്ക് കുറേ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, സ്മാർട്ട് വർക്കാണ് എല്ലാവർക്കും വേണ്ടത് എന്നുള്ളൊരു ഫീൽ നമുക്ക് എല്ലാവർക്കും വരും. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഹാർഡ് വർക്കാണോ അല്ലെങ്കിൽ സ്മാർട്ട് വർക്കാണോ വേണ്ടത് ചോദിക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത് കാര്യം ചെയ്യുമ്പോഴാണ് ഈ ഹാർഡ് വർക്ക് ഈ സ്മാർട്ട് വർക്ക് ചെയ്യണത് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ നമുക്ക് ഇതിൽ ഏതാണ് ബെറ്റർ എന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് അവിടെ മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്താണെന്ന് വെച്ചാൽ ഒരു ഹൈ ഇൻകം സ്കില്ലുണ്ട്, ലോ ഇൻകം സ്കില്ലുണ്ട്. നമ്മുടെ ചാനലിൽ ഓൾറെഡി ഈ ടോപ്പിക്ക് ഞാൻ ഒരു വീഡിയോ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്തുള്ള ഒരു ടോപ്പിക്കാണ് ഹൈ ഇൻകം സ്കില്ല് എന്താ, ലോ ഇൻകം സ്കില്ല് എന്താണെന്നുള്ളത്. അപ്പോൾ ഹൈ ഇൻകം സ്കില്ല് എന്താണെന്നുള്ളതാണ് ആദ്യം ക്ലാരിറ്റി വേണ്ടത്. അപ്പോൾ പലരുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഹൈ ഇൻകം സ്കില്ല്, ലോ ഇൻകം സ്കില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പൈസ കിട്ടുന്ന ഹൈ ഇൻകം സ്കില്ല്, കുറച്ച് പൈസ കിട്ടുന്ന ലോ ഇൻകം സ്കില്ല് എന്നൊക്കെയുള്ള രീതിയിലുള്ള ചിന്താഗതികളാണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു ഡിഫറൻസ് ആദ്യം മനസ്സിലാക്കണം. ഹൈ ഇൻകം സ്കില്ലിൻ്റെ എക്സാമ്പിൾസ് ആണ് നമ്മളിപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, നമ്മൾ ഡെവലപ്പേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഡിസൈനേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, പിന്നെ നമ്മൾ മെഡിക്കൽ, ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്കില്ലുകളൊക്കെ നമുക്ക് എന്താണ് ഒരു ഹൈ ഇൻകം സ്കില്ലാണെന്ന് പറയാൻ പറ്റും. അതുപോലെ ലോ ഇൻകം സ്കില്ലുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ ചുമരിന് പെയിൻ്റ് അടിക്കാൻ പോവുക, ഡാറ്റ എൻട്രി വർക്കുകൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കൈക്കോട്ട് എടുത്തിട്ട് കൊത്താൻ പോവുക, ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ സാധാരണ പണികളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെയാണ് നമ്മൾ ലോ ഇൻകം സ്കില്ലുകളോട്ട് വരിക. അപ്പോൾ ഇത് തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്താണെന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അല്ല ചുമ്മാ അതിൽ പൈസ കൂടുതൽ ഇതിൽ പൈസ കുറവ്, ലോ ഹൈ എന്ന് കേട്ടാണ്ടുള്ള ആ വേർഡ് വെച്ചാണുള്ള മീനിങ് അല്ല മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഹൈ ഇൻകം സ്കില്ലിനും ലോ ഇൻകം സ്കില്ലിനും ഏറ്റവും വലിയ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഹൈ ഇൻകം സ്കില്ലിന് എക്സ്പീരിയൻസ് കൗണ്ട് ചെയ്തിട്ടാണ് ഇത് എന്ത് ചെയ്യണത്, ഇതിൻ്റെ വാല്യൂ നിശ്ചയിക്കപ്പെടുന്നത്. എക്സ്പീരിയൻസ് കൗണ്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടുള്ള ഒരാൾ ഇപ്പോൾ തുടക്കത്തിൽ ചിലപ്പോൾ ഒരാൾ ഒരു 5000 10,000 വർക്ക് ചെയ്യാൻ കയറിയാൽ പോലും ആൾ ചിലപ്പോൾ ഒരു 3 ഇയറോ 4 ഇയറോ 5 ഇയറോ കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ലക്ഷങ്ങൾ മാസം മേടിക്കുന്ന അവസ്ഥയിലോട്ട് മാറും. അയാളുടെ സാലറി എന്താ പറയുക, ആ ഒരു എക്സ്പീരിയൻസ് കൂടുന്തോറും അയാളുടെ നോളജ് കൂടുന്തോറും അയാൾക്ക് എന്താ വാല്യൂ കൂടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ മെഡിക്കൽ ഡോക്ടേഴ്സിൻ്റെ കാര്യം എങ്ങനെയാണ്, ലോ പഠിക്കുന്ന ആൾക്കാരുടെ കാര്യം എങ്ങനെയാണ്, ഇങ്ങനെയുള്ള എല്ലാ ഡിസൈനേഴ്സിൻ്റെ കാര്യം എങ്ങനെയാണ്, ഇങ്ങനെയുള്ള എല്ലാ സ്കില്ലുകളും എടുത്ത് നോക്കുക, സെയിൽസ്, മാർക്കറ്റിംഗ്, ഇതൊക്കെ ആ കാറ്റഗറിയിലോട്ട് വരുന്നതാണ്. എന്നാൽ ലോ ഇൻകം സ്കില്ലുകളും എടുത്ത് നോക്കിയാൽ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചുമര് പെയിൻ്റ് അടിക്കാൻ വരുന്ന ആൾ നിങ്ങൾ വിചാരിക്കുമോ അയാൾ 4 വർഷമായിട്ട് പെയിൻറ് പണിക്കാരനാണ്, എന്നാൽ ഇനി മുതൽ കൂലി നമുക്ക് എന്ത് ചെയ്യുക, ഒരു 5000 രൂപ കൂലി കൊടുക്കുക, അല്ലെങ്കിൽ 10000 രൂപ കൂലി കൊടുക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കുമോ? അങ്ങനെ ആരും കൊടുക്കൂല. ലോ ഇൻകം സ്കില്ലുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ എക്സ്പീരിയൻസ് കൂടുന്തോറും നിങ്ങളെ വില കൂടൂല.
നിങ്ങൾക്ക് എന്നും ആകെ ഒരു കാലഘട്ടത്തിൻ്റെ പൈസ എത്രയാണോ ആ പൈസ ഒരു എമൗണ്ട് ഉണ്ടോ, ആ ഒരു എമൗണ്ട് ദിവസക്കൂലിയായിട്ടോ മാസക്കൂലിയായിട്ടോ കിട്ടും. അതിനപ്പുറം നിങ്ങൾക്ക് ഒന്നും കൂടില്ല. ഡാറ്റ എൻട്രി വർക്കേഴ്സിനൊക്കെ അങ്ങനെ തന്നെ. ഒരു ഡാറ്റ എൻട്രി വർക്കിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഇത്രയും കൂടുതലായിട്ട് ഒരാൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. അയാൾക്കൊരു പൈസ എത്ര കിട്ടും, അതെന്നും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിന് ഹ്യൂജ് എമൗണ്ട് കിട്ടില്ല. അതായത് എപ്പോഴും ലോ ഇൻകം സ്കില്ലുകൾ ഒരു ഫിക്സ്ഡ് എമൗണ്ടിന് പോകും, ഹൈ ഇൻകം സ്കില്ല് എക്സ്പീരിയൻസ് കൂടുന്നതോറും വലുതായിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ വേറെ വലിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഹൈ ഇൻകം സ്കില്ല് പഠിച്ചെടുക്കാനും ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നിങ്ങളോട് ആലോചിച്ച് നോക്കി, ഇപ്പോൾ നിങ്ങളോട് നാളെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കൊടുക്കണം, നിങ്ങൾക്ക് ഒറ്റയടിക്കുന്ന സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ പറ്റുമോ? പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പോൾ ഒരു പെയിൻറ്റിൻ്റെ ടിന്നും ഒരു ബ്രഷും തന്ന് നിങ്ങളോട് ചുമരും തന്നു, നിങ്ങൾക്ക് പെയിൻ്റ് അടിക്കാൻ പറഞ്ഞാലോ ഒറ്റയടിക്കുക അന്നത്തെ ദിവസം എങ്ങനെയെങ്കിലും അടിക്കാൻ അറിയാത്തവർ നമ്മൾ എന്ത് ചെയ്യും, കണ്ടുപിടിച്ച് എങ്ങനെയെങ്കിലും അടിച്ച് റെഡിയാക്കി കൊടുക്കൂലേ? അപ്പോൾ ലോ ഇൻകം സ്കില്ല് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും, ഹൈ ഇൻകം സ്കില്ല് പഠിച്ചെടുക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഹൈ ഇൻകം സ്കില്ല് പെട്ടെന്ന് എൻ്റർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാർ എങ്ങോട്ടാണ് പോവുക, ലോ ഇൻകം സ്കില്ലോട്ടാണ് പോവുക. ഇന്ന് പണിക്ക് പോയി ഇന്ന് തന്നെ വരുമാനം കിട്ടും. പക്ഷേ ഒരു സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ ഒരു ഡിസൈനർക്കോ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് കാര്യങ്ങൾ പഠിക്കാൻ പോകുന്ന ആൾക്കോ ഫസ്റ്റ് ഡേ തന്നെ ചിലപ്പോൾ വലിയ പൈസ കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷേ പതിയെ അതിന് പൈസേൻ്റെ ലെവൽ ഇങ്ങനെ മാറി വരും. പക്ഷേ ലോ ഇൻകം സ്കില്ല് ഒരേപോലെ. ഇപ്പോൾ ഈ ഹൈ ഇൻകം സ്കില്ലൊക്കെ പറഞ്ഞപ്പോൾ ഏതൊക്കെയാണ് ഹൈ ഇൻകം സ്കില്ല് അല്ലെങ്കിൽ അതെങ്ങനെ വർക്കൗട്ട് ചെയ്യാന്നൊക്കെയുള്ള സംശയമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. 7 ഹൈ ഇൻകം സ്കില്ലുകൾ ഏതൊക്കെയാണെന്നൊക്കെയുള്ള രീതിയിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ കാണാം. അവിടെയാണ് വലിയൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഈ സ്മാർട്ട് വർക്കാണോ ഹാർഡ് വർക്കാണോ എന്ന് തിങ്ക് ചെയ്യണേക്കാളും ബെറ്റർ നിങ്ങൾ ചെയ്യുന്ന സാധനം ഹൈ ഇൻകം സ്കില്ലാണോ. ആണെങ്കിൽ അവിടെ ഹാർഡ് വർക്ക് കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ വർക്ക് എത്തിക്ക് കീപ്പ് ചെയ്യുക എന്നൊക്കെ രീതിയിൽ വർക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾ വിചാരിക്കുന്നതിനൊക്കെ അപ്പുറമാണ്. എന്നാൽ ലോ ഇൻകം സ്കില്ലിൻ്റെ കേസിലോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇന്ന് ഞാൻ പെയിൻറ് പണിക്ക് പോവുകയാണ്. ഇന്ന് പെയിൻറ് പണിക്ക് ഒരു 10 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ പണിയെടുക്കുന്നതിന് പകരം ഞാൻ 12 മണിക്കൂർ പണിയെടുത്ത് കഴിഞ്ഞാൽ അന്നത്തെ കൂലിയിൽ എനിക്ക് എന്തെങ്കിലും പൈസ എക്സ്ട്രാ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ 12 14 മണിക്കൂർ പണിയെടുത്താൽ എനിക്ക് ബെനിഫിറ്റ് ഉണ്ടാവും. അല്ലാതെ ലോ ഇൻകം സ്കില്ല് യാതൊരു ബെനിഫിറ്റും ഉണ്ടാവില്ല. ബിക്കോസ് എത്ര കാലം സ്കില്ല് നിങ്ങൾ റിപ്പീറ്റ് ചെയ്താലും നിങ്ങൾക്ക് വരുന്ന വരുമാനവും വാല്യൂ ഒക്കെ എന്താണ്, വളരെ കുറവ് അല്ലെങ്കിൽ ഒരേപോലെ ആയിരിക്കും. എന്നാൽ മറ്റേ കേസിൽ ആലോചിച്ച് നോക്കിയേ, ഹൈ ഇൻകം സ്കില്ലിൻ്റെ കേസിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് നിങ്ങൾ 12 മണിക്കൂറോ 14 മണിക്കൂറോ ഡെയിലി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസ് എന്താണ്? അതായത് ഞാനൊരു എക്സാമ്പിൾ സഹിതം പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ ബ്രോക്യാമ്പിലേക്ക് വരുന്ന സ്റ്റുഡൻസിനോട് നമ്മൾ പറയാറുണ്ട് മിനിമം ഒരു 12 മണിക്കൂറെങ്കിലൊക്കെ ഡെയിലി വർക്ക് ചെയ്യും, അതിൻ്റെ റിസൾട്ട് ഭയങ്കരമാണെന്നൊക്കെയുള്ള രീതിയിൽ അവർ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് അത് ഏറ്റെടുത്ത് 12 മണിക്കൂറൊക്കെ മിനിമം എങ്കിലും ഒരു ഡേയിൽ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലാത്തവരുമുണ്ട്. പോട്ടെ. അപ്പോൾ ഈ 12 മണിക്കൂറോളം ഡെയിലി നമ്മൾ ബ്രോക്യാമ്പിൽ വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് ഒരു 6 മാസമുള്ള ബ്രോക്യാമ്പിലെ പ്രോഗ്രാം. അപ്പോൾ 6 മാസം വർക്ക് ചെയ്യുമ്പോൾ അവർ എത്ര ഹവേഴ്സാണ് ഒരാൾ 6 മാസം വർക്ക് ചെയ്ത് നമുക്കൊന്ന് കൂട്ടി വെക്കാം. അതായത് ഇപ്പോൾ ഡെയിലി ഒരു 12 മണിക്കൂർ വെച്ചിട്ട് നമുക്ക് 7 ഡേയ്സ് എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കവിടെ സൺഡേ പോലും ഓഫ് ഇല്ലാതെയാണ് ഒരു വർക്ക് ചെയ്യണത്. ഇതൊക്കെ കേൾക്കുമ്പോൾ പലർക്കും നെഗറ്റീവ് അടിക്കും. ഓട്ടോമാറ്റിക് എനിക്കറിയാം, നമുക്ക് സൺഡേ പോലും ലീവില്ലേ, ഓഫ് എടുക്കണ്ടേ എന്നൊക്കെ ചിന്തിക്കും. വരാം അതിലോട്ട്. അപ്പോൾ എന്നാലും കണക്ക് കൂട്ട് 12 × 7 × 4 ഒരു മാസം ഇപ്പോൾ 336 × 6, അതായത് 2016 ഹവേഴ്സാണ് ഇവർ സ്പെൻഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഡെവലപ്പർ, അവർക്ക് മിക്കവാറും സാറ്റർഡേ സൺഡേ ഓഫ് ആയിരിക്കും, മൺഡേ ടു ഫ്രൈഡേ അവർ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ 5 ദിവസം വർക്ക് ചെയ്യുന്ന അവർ ഒരു 8 മണിക്കൂറാണ് ഡെയിലി IT കമ്പനി നോർമലി വർക്ക് ചെയ്യുക. അപ്പോൾ 8 മണിക്കൂർ × 5 ഡേയ്സ് 40 × 4 × ഒരു 12 മന്ത്. ഓക്കെ, 1920. നമ്മൾ 6 മാസം 12 മണിക്കൂർ ഡെഡിക്കേറ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ സാറ്റർഡേ സൺഡേ ഓഫ് ഒന്നും എടുക്കാതെ വല്ല ഓഫ് എടുത്തു കഴിഞ്ഞാൽ അത് വേറൊരു ഡേയ്സിലെങ്കിലും എന്ത് ചെയ്യും ടാലി ആക്കിയിട്ട് വീണ്ടും വർക്കൗട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ വർക്ക് ലൈഫ് ബാലൻസ് നോക്കിയിരിക്കുന്ന 8 മണിക്കൂർ വർക്ക് ചെയ്തിട്ട് സാറ്റർഡേ സൺഡേ ഓഫ് എടുത്ത് എൻ്റർടൈൻ ചെയ്യുന്ന ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ 6 മാസം ബ്രോക്യാമ്പിൽ വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ ഹവേഴ്സിൻ്റെ അത്ര പോലും എത്തുന്നില്ല. ഒരു 100 അവർ അപ്പോഴും കുറവാണ്. അവിടെയാണ് നിങ്ങൾ ഗെയിം മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ പറയുമ്പോഴും പലർക്കും പ്രശ്നം ഉണ്ടാവും. ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യേണ്ട ആവശ്യം എന്താണ്, പഠിക്കേണ്ട ആവശ്യം ഒക്കെ സംശയം ഉണ്ടാവും. ഇനിയാണ് അവിടുത്തെ ഒരു ട്രിക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ 6 മാസം കൊണ്ട് ഒരു 1 ഇയർ കാലം വർക്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നേരത്തെ ഒരു ഹൈ ഇൻകം സ്കില്ലും ലോ ഇൻകം സ്കില്ലും ഡിഫറൻസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. ഹൈ ഇൻകം സ്കിൽ എക്സ്പീരിയൻസ് കൗണ്ട് ചെയ്യും. അതായത് എത്ര കാലമാണോ നിങ്ങൾ ആ സ്കില്ല് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്രയാണോ നിങ്ങൾ അതിൻ്റെ നോളേജിനുള്ളത്, അതിനെ ബേസ് ചെയ്ത് നിങ്ങളെ സാലറി ഇൻകം വാല്യൂ ഒക്കെ മാറും.
ഇപ്പോൾ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പോൾ ബ്രോക്യാമ്പിലെ സ്റ്റുഡൻസ്, ഈവൻ +2 കഴിഞ്ഞ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, 80,000 90,000 ഒക്കെ ഫ്രഷറായിട്ട് മേടിക്കുന്ന കഥകൾ നിങ്ങൾ പലപ്പോഴും നമ്മൾ പോസ്റ്റേഴ്സായിട്ടൊക്കെ പലപ്പോഴും ഇൻസ്റ്റാഗ്രാമിലും ലിങ്ക്ഡിനിലും വീഡിയോസൊക്കെ ആയിട്ടൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇത് പലപ്പോഴും പലരും കാണുമ്പോൾ പലരും പുച്ഛിക്കും, +2 കഴിഞ്ഞവന് 80,000 90,000 നടന്നാൽ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തന്നെ ഡയറക്റ്റ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട എത്രയേ ഉള്ളൂ, ഈ വർക്കത്തേക്ക് കീപ്പ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 6 മാസം വർക്ക് ചെയ്യുമ്പോൾ ഒരു 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഡെവലപ്പറേക്കാളും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുകയും ആ നോളേജ് വരികയും ചെയ്യും. ആ നോളേജ് വരുമ്പോൾ ഇവർക്ക് ആ സാലറി ചോദിച്ച് മേടിക്കാനും ആ വാല്യൂ ആ നോളജ് ഉള്ളത് കൊണ്ട് തന്നെ സ്കില്ല് മെഷർ ചെയ്യുമ്പോൾ, ഇപ്പോൾ IT കമ്പനികളിലൊക്കെ സ്കില്ല് മെഷർ ചെയ്യൽ വെറുതെ എക്സ്പീരിയൻസ് ആയിട്ട് സർട്ടിഫിക്കറ്റ് ഉള്ള 1 ഇയർ 2 ഇയർ 3 ഇയർ 4 ഇയർ ഇതല്ലല്ലോ മെഷർ ചെയ്യുക. അവിടെ IT കമ്പനികളിൽ നമുക്ക് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂവും സിസ്റ്റം ടെസ്റ്റും ഒക്കെ കഴിഞ്ഞ് അവരുടെ സ്കില്ലാണ് മെഷർ ചെയ്യണത്. അത് എത്ര കാലം എക്സ്പീരിയൻസിൻ്റെ വലിപ്പത്തിനേക്കാളും ഈ സർട്ടിഫിക്കറ്റ് എഴുതുന്ന 1 2 3 ഇയറിൻ്റെ വലിപ്പത്തിനേക്കാളും കൂടുതൽ എന്ത് നോളേജ് ഉണ്ട് എന്നുള്ളത് നോക്കുക. അതുകൊണ്ട് തന്നെയാണ് ഫ്രഷേഴ്സിന് ചിലപ്പോൾ ലക്ഷങ്ങൾ മേടിക്കുന്ന അവസ്ഥയെ, എന്നാൽ 5 വർഷം 10 വർഷമായിട്ടും മന്ത്ലി സാലറി ലക്ഷങ്ങൾ മേടിക്കാൻ പറ്റാത്ത ആൾക്കാരും ഇതേ ഫീൽഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹൈ ഇൻകം സ്കില്ല് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്ത് എത്രത്തോളം സമയം സ്പെൻഡ് ചെയ്യുന്നോ അതിനനുസരിച്ച് അവരുടെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. ഈ വാല്യൂ കൂടുമ്പോൾ ഇൻകം ഉണ്ടാക്കാമെന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ. വാല്യൂ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഹൈ പ്രൊഫൈലായി കഴിഞ്ഞാൽ ചെന്ന് കയറുന്ന കമ്പനികളിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നതിനുള്ള ഫ്രീഡം, ടൈമിൻ്റെ ഫ്ലെക്സിബിലിറ്റി, പിന്നെ നിങ്ങൾക്ക് ലാപ്ടോപ്പൊക്കെ എടുത്തിട്ട് വീട്ടിൽ പോയിട്ട് എവിടെ നിന്നും വർക്ക് ചെയ്യാനുള്ള ഫ്രീഡം തരിക, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് വേറെ ഓപ്പർച്യൂണിറ്റീസ് വരാനുണ്ട്. അതായത് നിങ്ങൾ ഹൈ ഇൻകം സ്കില്ല് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തൊരു സ്കില്ല് അച്ചീവ് ചെയ്ത് നല്ലൊരു മാസ്റ്റർ ആവുന്ന ലെവലിലോട്ട് മാറിക്കഴിഞ്ഞാൽ കമ്പനീസ് നിങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങും, നിങ്ങളെ സമയത്തിനെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങും, നിങ്ങൾക്ക് തരുന്ന ഇൻകത്തിനെയും നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും, അതിലും ആ റെസ്പെക്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ വാല്യൂ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ലൈഫിൽ ഫ്രീഡം വേണോ? നിങ്ങൾ ആദ്യം പറഞ്ഞല്ലോ നമ്മൾ വർക്ക് ലൈഫ് ബാലൻസ് എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള ഒരു ഫ്രീഡം, അതായത് കുറച്ച് സമയം പണിയെടുക്കുക പിന്നെ കുറച്ച് സമയം എൻ്റർടൈൻ ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ ഫ്രീഡം വരണം എന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ കാലഘട്ടത്തിൽ, അതായത് ഹൈ ഇൻകം സ്കില്ല് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ ഹൈ വർക്കത്തിൽ കൂടി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് ആ സ്കില്ല് നല്ല രീതിയിൽ അച്ചീവ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ ലൈഫിൽ ഫ്രീഡം വരും. നിങ്ങളൊന്ന് ആലോചിക്കും, നിങ്ങളുടെ ലൈഫിൽ എങ്ങനെ ഫ്രീഡം വരിക? നിങ്ങൾക്കും നിങ്ങളെ വീട്ടുകാർക്കും ചിലവാക്കാൻ അനുസൃതമായിട്ടുള്ള സമയം, എമൗണ്ട്, ഈ 2 കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഫ്രീഡം കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ വീട്ടുകാരെ ഹെൽപ്പ് ചെയ്യേണ്ട കാര്യങ്ങളായിക്കോട്ടെ, ഇതിലൊക്കെ നിങ്ങൾക്ക് ഫ്രീഡം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സമയം വേണം, നിങ്ങളുടെ കയ്യിൽ പൈസയും വേണം. ഈ 2 സാധനവും നിങ്ങൾ എത്രത്തോളം വലിയ പ്രൊഫൈലായി കഴിയണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ കിട്ടും. ഇത് പറയുമ്പോൾ പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടാവും, പക്ഷേ വലിയ വലിയ പ്രൊഫൈലുള്ള ആൾക്കാർക്കൊക്കെ സമയം തീരെ ഉണ്ടാവാറില്ലല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതൊരു വേറൊരു മൂഡാണ്. അത് നിങ്ങൾ എന്താ പറയുക, ഇത്രയും വർക്കത്തേക്ക് കീപ്പ് ചെയ്ത് ഈ ലെവൽ ഇൻകം റിസീവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലൈഫ് അങ്ങനെ തന്നെ ഒരു കൊണ്ടുപോകാനുള്ളൊരു മൂഡ് വേറെ വരാനുണ്ട്. അത് വരുന്ന ആൾക്കാരുണ്ട്, വരാത്ത ആൾക്കാരുണ്ട്, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. പക്ഷേ പലപ്പോഴും നിങ്ങൾ ഹൈ ലെവലിൽ ഇൻകം ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് സമയമില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവർക്ക് ശരിക്കും സമയമുണ്ട്, അവർ ശരിക്കും അത് എൻജോയ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ടാണ്. അത് ശരിക്കും അവരെ അടുത്തറിഞ്ഞെങ്കിൽ മനസ്സിലാവും. ഇനി നമ്മൾ ആദ്യത്തെ ചോദ്യം, സ്മാർട്ട് വർക്കാണോ ഹാർഡ് വർക്കാണോ വേണ്ടത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു പുതിയ സാധനം പഠിക്കുന്ന ആള് ഫസ്റ്റ് ഡേനെ പോയിട്ട് സ്മാർട്ട് വർക്ക് ചെയ്യാൻ പറ്റൂല, അല്ലെങ്കിൽ സ്മാർട്ട് വർക്ക് ഉണ്ടാവില്ല. അവിടെ എവിടെയാണോ കൂടുതൽ എക്സ്പീരിയൻസ് വരുന്നത്, എവിടെയാണോ കൂടുതൽ നോളജ് വരുന്നത്, എവിടെയാണോ കൂടുതൽ മാസ്റ്റർ ചെയ്യാൻ പറ്റുന്ന സ്കില്ല്, അവിടെയാണ് അവർക്ക് സ്മാർട്ട് വർക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഹെവി ഹാർഡ് വർക്ക് കീപ്പ് ചെയ്ത്, ഹെവി വർക്കത്തി കീപ്പ് ചെയ്ത്, വർക്കത്തിക്ക് എന്ന് പറയുമ്പോൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് ആ ഒരു സ്കില്ല് പഠിച്ചെടുക്കാൻ, അതിൽ കൂടുതൽ സമയം കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ അതിൽ നിന്ന് എന്തുണ്ടാവുള്ളൂ, ഒരു സ്മാർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എസ്പെഷ്യലി ഹൈ ഇൻകം സ്കില്ലുകളെല്ലാം പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്താൽ മാത്രമേ അതിൽ സ്മാർട്ട് വർക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ ഹാർഡ് വർക്കോ സ്മാർട്ട് വർക്കോ ചിന്തിക്കുന്നതിന് പകരം ചെയ്യുന്നത് ഹൈ ഇൻകം സ്കില്ലാണോ മനസ്സിലാക്കുക, ഹൈ ഇൻകം സ്കില്ലുകൾ കണ്ടുപിടിക്കുക, ഹൈ ഇൻകം സ്കില്ല് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് സ്മാർട്ട് വർക്ക് കൊണ്ടുവരാൻ പറ്റും. ഇനി നമ്മൾ ആദ്യം തുടങ്ങി വെച്ച ദിൽഷാദിൻ്റെ സ്റ്റോറിയിലോട്ട് വരാം. ദിൽഷാദ് ഇവിടെ വന്ന സമയത്ത് ദിൽഷാദിന് കിട്ടുന്ന സാലറി എന്ന് വെച്ചാൽ ഒരു 15,000 രൂപയൊക്കെയാണ് അവന് സാലറി ആയിട്ട് കയ്യിൽ കിട്ടുന്നത്. 15,000 രൂപയിൽ നിന്ന് സാലറി തുടങ്ങി. അന്ന് അവൻ്റെ വീട്ടിൽ നിന്നൊക്കെ പറയില്ലേ, വിളിക്കും, സമയമില്ല, നമ്മൾ ഡെഡിക്കേറ്റഡ് ആണ്, നമ്മൾ ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. നമ്മളെല്ലാവരും ഇരിക്കുന്നുണ്ട്, ഞാൻ, ഫൈസൽ, ദിൽഷാദ്, ഞങ്ങളെല്ലാവരും ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ
ആ ടൈമിൽ ഡേ ആൻഡ് നൈറ്റ് നമ്മളിത് ചെയ്യണ സമയത്ത് പലപ്പോഴും പലരും ഇതിനേക്കാളും നല്ല സാലറി കിട്ടൂല, അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ തരാമെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ആയിക്കോട്ടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ പലരും ദിൽഷാദിനെ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ പക്ഷേ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് നമുക്കറിയാം നമ്മൾ ദിൽഷാദ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ഹൈ സ്കില്ലായിരുന്നു. ചെയ്യുന്ന വർക്കുകളായിക്കോട്ടെ നമ്മൾ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത് എന്നും കുറച്ച് ഹാർഡ് വർക്ക് ഇതിന് വേണമെന്നൊക്കെ മനസ്സിലാക്കി നമ്മൾ ഡേ നൈറ്റ് സമയം സ്പെൻഡ് ചെയ്യാൻ റെഡി ആയി എന്നുള്ളതാണ്. ആ സമയം സ്പെൻഡ് ചെയ്യാൻ റെഡി ആയതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ മാറ്റമുണ്ട്. ഇന്ന് ദിൽഷാദിൻ്റെ കയ്യിൽ ലക്ഷങ്ങൾ സാലറി വരികയും ദിൽഷാദിൻ്റെ കൂടെ ഒരു 10-12 പേര് ടീം മെമ്പേഴ്സ് വരികയും. പണ്ടൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ പറയാറുണ്ട് ദിൽഷാദ് ക്യാമറ ഓൺ ആക്കുക, അല്ലെങ്കിൽ അത് ചെയ്ത് വീഡിയോ എഡിറ്റ് കാര്യങ്ങളൊക്കെ ദിൽഷാദ് ഒറ്റയ്ക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് ദിൽഷാദ് ഇരുന്ന് സംസാരിക്കുക മാത്രമാണ്, ഒരു പണി പോലും എടുക്കേണ്ട. അതായത് പണിയെടുക്കേണ്ട നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തിങ്ക് ചെയ്യുകയും അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുകയും പുതിയ പ്രൊജക്റ്റുകൾ പ്ലാൻ ചെയ്യും, പുതിയ രീതിയിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യണതിനെ കുറിച്ച് തിങ്ക് ചെയ്യും, പഠിക്കുകയും അങ്ങനെയുള്ള ലെവലിലോട്ട് മാറി. അതായത് അന്നെടുത്ത എഫേർട്ട് ഉണ്ടല്ലോ, നമ്മൾ ക്യാമറ മുതൽ A to Z വർക്ക് ചെയ്തിരുന്ന ആ ആൾ മാറിയിട്ട് കുറച്ചുകൂടി ഫ്രീഡം അനുഭവിക്കാൻ തുടങ്ങി. ഇന്ന് അവന് വേണ്ടപ്പോൾ അങ്ങോട്ട് കൊണ്ട് പോകാനുള്ള ഫ്രീഡം ഉണ്ട്. അന്ന് അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് എന്തായി, ഇന്ന് ആ ഫ്രീഡം ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ലൈഫിൽ ഒരു സമയത്ത് ഫ്രീഡം ആസ്വദിക്കണോ, ഹാർഡ് വർക്ക് ചെയ്ത് ഒരു ഹൈ സ്കില്ല് കയ്യിലാക്കുക, എന്നാൽ മാത്രമേ എന്തെങ്കിലും ഉള്ളൂ നിങ്ങൾക്ക് ആ ഫ്രീഡം എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡോ അല്ലെങ്കിൽ സമയത്തിൻ്റെ ഫ്രീഡോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈ വർക്ക് കീപ്പ് ചെയ്യുക, നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, എന്നാൽ മാത്രമേ സ്മാർട്ട് വർക്കും വരുള്ളൂ. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ദിൽഷാദിൻ്റെ കേസിൽ ലക്ഷങ്ങളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദിൽഷാദിന് 2-3 വർഷത്തിനുള്ളിൽ കോടികളുടെ കാര്യം കൂടി വരാനുണ്ട്. അതെന്താണെന്നൊക്കെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഐ ബട്ടണിൽ ഒരു ESOP ഓപ്ഷൻ, സ്റ്റാർട്ടപ്പ് കമ്പനികളിൽ വർക്ക് ചെയ്യുമ്പോൾ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്താണെന്നും എങ്ങനെ അത് കിട്ടിയാൽ എംപ്ലോയീസ് ആയിട്ടുള്ള ടീമിലുള്ള ആൾക്കാർക്ക് എങ്ങനെ കോടീശ്വരന്മാരാവുന്നൊക്കെയുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതും വാച്ച് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പിലാണോ വർക്ക് ചെയ്യേണ്ടത് MNCയിലാണോ വർക്ക് ചെയ്യേണ്ടത് ആരും കൂടി നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും. ഇതിനൊക്കെ പുറമെ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ ഹെവി വർക്ക് എത്തിക്ക് കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. പലർക്കും സംശയം ഉണ്ടോ എന്താണ് ഈ വർക്ക് എത്തിക്ക് എന്നുള്ളത്, വർക്ക് എത്തിക്ക് എന്താണെന്നും എങ്ങനെ വർക്ക് എത്തിക്ക് കീപ്പ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു കിടിലൻ വീഡിയോ അടുത്തായിട്ട് കൂടി വരുന്നുണ്ട്. വെയിറ്റ് ചെയ്യുക.